കർണാടകത്തിലെ മുതിർന്ന എംഎൽഎ ബസവനഗൌഡ പാട്ടീൽ യത്നാലിനെ ബി.ജെ.പി. പുറത്താക്കിയിരിക്കുന്നു. പാർട്ടിയുടെ കർണാടകത്തിൽ നിന്നുള്ള ഇന്നത്തെ അവസ്ഥയെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. മര്യാദയ്ക്ക് ഭരിച്ചുകൊണ്ടിരിക്കുന്ന കോൺഗ്രസ് സർക്കാരിനെ താഴെയിടാൻ പല കോപ്രായങ്ങളും കാണിക്കുന്ന ബി.ജെ.പിക്ക് സ്വന്തം എംഎൽഎയെ പുറത്താക്കേണ്ടി വന്നത് വലിയ തിരിച്ചടി തന്നെയാണ്. കോൺഗ്രസിൻ്റെ എംഎൽഎമാരെ പുറത്തു ചാടിക്കാൻ ഓരോ എംഎൽഎമാർക്കും 50 കോടി രൂപ വരെ വാഗ്ദാനം ചെയ്ത ബി.ജെ.പിക്ക് ഒരു എംഎൽഎമാരെയും അവരിൽ നിന്ന് പിടിക്കാൻ കഴിഞ്ഞില്ലെന്ന് മാത്രമല്ല, കയ്യിലുണ്ടായിരുന്ന ഒരു എംഎൽഎയും പോയി കിട്ടി. പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങളുടെ പേരിലാണ് ഇപ്പോൾ 6 വർഷത്തേക്ക് അദ്ദേഹത്തെ പുറത്താക്കിയിരിക്കുന്നത്. 6 വർഷം പോയിട്ട് 6 ദിവസം കാത്തു നിൽക്കാതെ അദ്ദേഹം മറ്റു പാർട്ടിയിൽ ചേരും എന്നുറപ്പാണ്. ഏതായാലും എതിരാളിയെ ഒതുക്കിയതോടെ ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷനായ വിജേന്ദ്രയ്ക്കും അദ്ദേഹത്തിൻ്റെ അനുകൂലിക്കുന്ന യെദ്യൂരപ്പ പക്ഷത്തിനും ചെറിയൊരു ആശ്വാസമായിട്ടുണ്ട്. കാരണം അവർക്കെതിരെയായിരുന്നു ഈ എംഎൽഎയുടെ പോരാട്ടം. മുതിർന്ന നേതാവ് ബി.എസ്. യെദ്യൂരപ്പയ്ക്കും സംസ്ഥാന അധ്യക്ഷൻ അദ്ദേഹത്തിൻ്റെ മകൻ വിജയേന്ദ്രയ്ക്കുമെതിരെ ബസവനഗൌഡ പാട്ടീൽ യത്നാൽ നിരന്തരം പ്രസ്താവനകൾ നടത്തി വരികയായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് പാർട്ടി കേന്ദ്ര നേതൃത്വം യത്നാലിൽ നിന്ന് വിശദീകരണം തേടിയതാണ്. യത്നാലിനെ അനുകൂലിച്ച് പ്രസ്താവന നടത്തിയ മുൻമന്ത്രിയും നിലവിലെ എംഎൽഎമാരുമായ എസ്.ടി. സോമശേഖർ, ശിവറാം ഹെബ്ബാർ എന്നിവരടക്കം 5 പേർക്ക് ബി.ജെ.പി. ഇതിനോടൊപ്പം തന്നെ കാരണം കാണിക്കൽ നോട്ടീസും നൽകിയിട്ടുണ്ട്. പാർട്ടി വിരുദ്ധ പ്രസ്താവനകൾ നടത്തിയതിന് കാരണം ബോധിപ്പിക്കാനാണ് ആ നോട്ടീസിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇതെല്ലാം നൽകുന്ന സൂചന ബസവനഗൌഡ യത്നാൽ ഒരാളല്ല, ഒരു കൂട്ടം എംഎൽഎമാർ ഇനി പുറത്തു ചാടും എന്നുള്ളതാണ്. അതിൽ എസ്.ടി. സോമശേഖര, ശിവറാം ഹെബ്ബാർ, ബൈരതി ബസവരാജ്, ഗോപാലയ്യ, രമേശ് ജാർക്കുഹുളി തുടങ്ങിയ എംഎൽഎമാർ എല്ലാം ഉണ്ട് എന്നാണ് അറിയുന്നത്. 2023 കോൺഗ്രസ് അധികാരത്തിലെത്തിയതിനു ശേഷം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിയും ജെ.ഡി.എസും കർണാടകത്തിൽ ഒന്നായി. അവർ ഒന്നിച്ചു മത്സരിച്ചു. എന്നിട്ടും 2 സീറ്റുകൾ അവരുടെ കയ്യിൽ നിന്നും കോൺഗ്രസ് എംഎൽഎ സ്ഥാനം പിടിച്ചെടുത്തു ഉപതെരഞ്ഞെടുപ്പിൽ. ഇനി അടുത്ത കാലത്തൊന്നും കോൺഗ്രസിനെ തകർക്കാനുള്ള ശക്തി ബി.ജെ.പിക്ക് കർണാടകത്തിൽ ഇല്ല എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. അതായത് കുമാരസ്വാമി തന്നെ എംഎൽഎ ആയിരുന്ന സീറ്റാണ് കോൺഗ്രസ് യോഗേശ്വർ എന്ന നേതാവിനെ നിർത്തി വിജയിപ്പിച്ചെടുത്തത്. അതുപോലെ ബി.ജെ.പിയുടെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന ബസവരാജ് ബൊമ്മയുടെ സീറ്റും അദ്ദേഹത്തിൻ്റെ മകനെ തോൽപ്പിച്ചുകൊണ്ട് കോൺഗ്രസ് പിടിച്ചെടുത്തതാണ്. അങ്ങനെ കോൺഗ്രസിനെ തകർക്കാനുള്ള ശക്തി ബി.ജെ.പിക്ക് അടുത്ത കാലത്തൊന്നും കിട്ടില്ല എന്നുള്ള സത്യം മനസ്സിലാക്കിയാണ് എംഎൽഎമാരെല്ലാം ഒന്നിച്ചു കൊഴിഞ്ഞു പോകാൻ ഒരുങ്ങുന്നത്. ഡി.കെ. ശിവകുമാറിൻ്റെ നേതൃത്വം കൂടിയാകുമ്പോൾ കോൺഗ്രസ് ഡബിൾ സ്ട്രോങ്ങിലാണ്. ഇപ്പോൾ പുറത്തു പോയിരിക്കുന്ന എംഎൽഎ യത്നാൾ ചെറിയ പുള്ളിയല്ല. പ്രധാനമന്ത്രിയെപ്പോലും വിമർശിക്കാൻ കഴിവുള്ള അനുഭവ പരിചയമുള്ള ബി.ജെ.പി. നേതാവാണ്. അദ്ദേഹത്തിന് ബി.ജെ.പിയെ നേർപകുതി പിളർത്തിക്കൊണ്ടു പോകാനുള്ള ശക്തി കൂടിയുണ്ട് എന്നോർക്കണം. ഇനിയുള്ള ദിവസങ്ങളിൽ കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന നീക്കത്തിനനുസരിച്ചായിരിക്കും കാര്യങ്ങൾ നടക്കുക. ഏതായാലും കർണാടകയിലെ കോൺഗ്രസിൻ്റെ ജനകീയ സർക്കാരിനെ തകർക്കാനും സിദ്ധാരാമയ്യയെയും ശിവകുമാറിനെയും തമ്മിൽ തെറ്റിക്കാനും നോക്കിയ ബി.ജെ.പിക്ക് അതിന് സാധിച്ചില്ല എന്ന് മാത്രമല്ല, കിട്ടിയിരിക്കുന്നത് ഇരുട്ടടി തന്നെയാണ്.